നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് ഡേയിൽ എന്താ എഴുതാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഡയറി, ഒരു പേന, ഇത്രയാണ് വേണ്ടത്. പക്ഷേ നേരത്തെ പ്രാക്ടീസ് ചെയ്തവരും ഉണ്ടായിരിക്കും. എൻ്റെയൊക്കെ ഒരു പ്രശ്നം ഞാൻ പറയാം. കുറേ നാൾ ചെയ്യും, പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരും. മീൻസ് നമ്മൾ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ചെയ്ത് പോകണം. ഇപ്പോൾ 28 ഡേയ്സിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല, നമ്മൾക്ക് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും. അപ്പം ഈ റോണ്ടാബേൻ്റെ ബുക്കിൽ ഫസ്റ്റിൽ പറയണത് നമ്മൾ എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കണം എന്നാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പം ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ആ ജീവൻ നിലനിർത്തിയതിന്. ആക്ച്വലി ഓരോ ദിവസം കിടക്കുമ്പോഴും നമ്മൾ ഏതൊരവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മൾക്ക് പോലും അറിയാൻ വയ്യ. രാവിലെ എണീറ്റാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റിൽ എണീക്കുമ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ ഈ ജീവൻ നിലനിർത്തിയതിന് നമുക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റും. പിന്നെ നമ്മൾക്ക് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് വണ്ടർഫുൾ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾക്ക് രാവിലെ നമ്മൾക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് കിട്ടുന്ന ഓരോ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കഴിച്ചതിന് ശേഷം വേണം, ഇപ്പോൾ ഒന്നിച്ചെഴുതി വെക്കണമെന്നില്ല, കഴിച്ചതിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അന്ന് കിട്ടുന്ന ഫുഡിന് ഓരോന്നിനും നന്ദി പറഞ്ഞിട്ട് തന്നെ കുട്ടികളെയും അത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയിരുന്നാലും 1 മിനിറ്റ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ച്, അങ്ങനെ പല മതവിഭാഗങ്ങളും നമ്മൾക്കറിയാം അല്ലേ. അതേ രീതി തന്നെ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന സമയത്തും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. ചെയ്യാത്തവരെ സംബന്ധിച്ചാണ് നമ്മളിത് പ്രത്യേകം പറയേണ്ടി വരുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞാൽ മതി. നമുക്ക് രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഓഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെത്താനെ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനോട് പറഞ്ഞിട്ട് കിടക്കാം. കൂടാതെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതട്ടെ എപ്പോഴാണെന്ന് വെച്ചാൽ ദിവസം രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങാം. ഇന്ന് രാവിലെ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ അവയവങ്ങൾക്ക് ഓരോ ദിവസം ഓരോന്നാക്കാം. 10 എഴുതിയാലും മതി, 10 കൂടുതൽ വേണേലും നമുക്ക് എഴുതാം. 10 കൂടുതലെന്ന് വെച്ചാൽ 20, 25 കൊണ്ട് എഴുതാം, 100 വേണേലും എഴുതാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നന്ദി ദൈവമേ എന്ന് വേണേൽ ദൈവമേ എന്ന് ഉപയോഗിക്കാം, യൂണിവേഴ്സ് വേണമെങ്കിൽ യൂണിവേഴ്സിനെ ഉപയോഗിക്കാം. മലയാളത്തിൽ എഴുതുവാണെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ തന്നതിന് നന്ദി, അതെന്തുകൊണ്ടെന്നാൽ കാരണം വേണമെങ്കിൽ എഴുതാം. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഈ പേന കിട്ടിയതിന് നന്ദി, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതുകൊണ്ട് എഴുതാൻ കഴിയുന്നു, നന്നായിട്ട് എൻ്റെ ഈ പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിയുന്നു. എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റാണ് കിട്ടിയെങ്കിൽ അങ്ങനെ പറയാം. നമുക്ക് കിട്ടിയ ആഹാരത്തിന് അങ്ങനെ നന്ദി പറയാം. നമുക്ക് കിട്ടിയ ഡ്രസ്സിന് നന്ദി പറയാം. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ചെവിയുടെ കേൾവിക്ക് നന്ദി പറയാം. നമ്മളുടെ ശ്വാസത്തിന് നന്ദി പറയാം. നമ്മളുടെ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തിന് നന്ദി പറയാം. എന്തിനു വേണമെങ്കിലും നമുക്ക് നന്ദി എഴുതി വെക്കാം. മെയിനായിട്ടും അന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഏറ്റവും നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ എന്തെങ്കിലും അപ്രീസിയേഷൻ ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ എന്തെങ്കിലും ഗിഫ്റ്റ് ആകാം, അതല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ എന്തെങ്കിലും ആവാം. മീൻസ് ഈവൻ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരാളെ കണ്ടതാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫുള്ള് നന്ദി എഴുതി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ, ആക്ച്വലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പിക്ചറും നമ്മളുടെ ആ വികാരങ്ങളും മാത്രമാണ് അറിയുന്നത്. നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന യൂണിവേഴ്സ് എന്താ വിചാരിക്കുന്നത്, നമ്മൾക്ക് കരച്ചിലാണ് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ച് വീണ്ടും കരച്ചിൽ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾക്ക് തന്നെ ഇപ്പം പല കാര്യങ്ങളും അറിയാം അല്ലേ. ഇപ്പം നമ്മളീ പറയണ പണമോ സ്വത്തോ ഒന്നുമല്ല നമ്മൾക്ക് സന്തോഷം തരുന്നത്, നമ്മളിപ്പം ഉള്ളതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വയനാട് സ്ലൈഡ് നടന്ന സമയത്ത് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മളതെല്ലാം മറന്നു പോകും. കുറേ കഴിയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും നമ്മൾ ആ സമയത്ത് ആൾക്കാരുടെ പ്രയാസങ്ങളും അവർ ഉണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് പോയതും ഒക്കെ അറിയുന്നു. ഇതൊക്കെ നമുക്കറിയാം. നമുക്കപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ജീവനാണ്. ആ ജീവന് സംരക്ഷണമുണ്ട്. ആ ജീവൻ ദൈവം കാക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം വേറൊന്നും വേണ്ട അല്ലേ. നമ്മൾ ചെയ്യുന്ന നന്മയുടെ അംശമാണ് നമ്മൾക്ക് ചുറ്റും ഒരു കവചം പോലെ ഇരിക്കുന്നത്. നമ്മൾക്ക് പല കാര്യങ്ങളും അത്ഭുതം തോന്നില്ലേ. റോഡിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു വണ്ടി ഇടിച്ച് തെറിപ്പിക്കാൻ ഇങ്ങനെ വന്ന് പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകടമുണ്ടായ സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെ ലഘൂകരിച്ച് നമ്മളുടെ ആ ഒരു അവസ്ഥ മാറ്റുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ചെയ്യുന്ന നന്മകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ക്യാഷായിട്ട് കൊടുത്ത് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരാളൊരു വഴി ചോദിക്കുമായിരിക്കും,
ചിലപ്പം വേറെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. ഉം, പ്രധാനമായിട്ടും നമ്മളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഒരാളോട് സ്നേഹത്തോടെയും ദേഷ്യപ്പെട്ടും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. പൊതുവെ കാണുന്നതാണ് പലപ്പോഴും ആൾക്കാർ, ചുറ്റുമുള്ള ആൾക്കാരെ അടിച്ചമർത്തി അവരെ വേദനിപ്പിച്ച് പല കാര്യങ്ങളും സാധിക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെ വളരെ മനോഹരമായിട്ട് വളരെ സ്നേഹത്തോട് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ആ കൊടുക്കുന്ന സാധനമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഒരാൾ നശിച്ചു പോകണേ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് നാശമാണ് കിട്ടുന്നത്. അപ്പം അതിന് പകരം മറ്റുള്ള അനുഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. മീൻസ് നമ്മൾ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. അതായത് നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ദ്രോഹിച്ച ആളാണെങ്കിലും അങ്ങനെയുള്ള മെഡിറ്റേഷനൊക്കെ ഉണ്ട്, പുറകാലം നമുക്ക് ചെയ്യാം. നമ്മൾ അവരെ അനുഗ്രഹിക്കുന്ന എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളോട് ഇത്രയും ദ്രോഹം ചെയ്ത ആൾക്കാരാണല്ലോ, നമ്മൾ എന്ത് കാര്യത്തിന് അവരെ അനുഗ്രഹിക്കണമെന്ന്. ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിലൊക്കെ പറയുന്നുണ്ട് പല ജന്മങ്ങൾ. എനിക്ക് എല്ലാ മതങ്ങളും ഒന്നേ ഉള്ളൂ, എല്ലാ ദൈവങ്ങളും ഒന്നേ ഉള്ളൂ. നമ്മൾ ദൈവങ്ങളെ ഏത് രൂപത്തിൽ നമ്മൾ തന്നെയാണ് മതങ്ങളുണ്ടാക്കിയതും വിഭജനങ്ങളുണ്ടാക്കിയതും ഒക്കെ നമ്മൾ തന്നെയാണ്. ഒരാൾ റോഡിൽ മറിഞ്ഞ് വീണ് കിടക്കുന്ന സമയത്ത് ആരും മതം നോക്കിയിട്ടല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ചികിത്സിക്കുന്നതും അവർക്ക് ബ്ലഡ് കൊടുക്കുന്നതും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ ഈ മതങ്ങളെപ്പറ്റി ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മളെപ്പോലെ ഒരു കുറച്ച് തലമുറ, ഒരു മിനിമം ഒരു 500 ആൾക്കാർ നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവർക്ക് ചുറ്റുമുള്ള ആ തലമുറ നല്ല രീതിയിൽ വളരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്കാർക്കും ദഹിക്കണമെന്നില്ല. ഞാനിത് പറയുന്നത് സമാന ചിന്താഗതിക്കാരുള്ളായിട്ടുള്ളൊരു 100 പേര് ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹം വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ജനിക്കാം, ജീവിക്കാം, പൈസ സമ്പാദിക്കാം. പക്ഷേ അത് എങ്ങനെ ജീവിച്ചു, എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരമാക്കി എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നീരവ് മോദിയെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് സ്വത്തുണ്ടാക്കിയല്ലേ. പക്ഷേ ലാസ്റ്റിൽ എന്താണ് സംഭവിച്ചത്? സമൂഹത്തിന് നന്മ ചെയ്യുന്നവർ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപയ്ക്ക് 100 രൂപ വാങ്ങിയാൽ ആ പൈസ ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് അത് അർഹിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവർക്കൂടെ അതിൻ്റെ അംശം കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ വളരെയധികം നന്മയുണ്ടാവും. എന്ന് പറയുന്ന പോലെ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ വരുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസ്, കുറച്ച് പ്രാണായാമം, നമ്മുടെ ശരീരത്തിന് വേണ്ടി നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ആ രീതിയിലേക്ക് ദിവസം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ കഴിയും. ലൈഫിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാറുണ്ടാകുന്നുണ്ട്, നമ്മുടെ അച്ഛനും മക്കളും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ഫ്രണ്ട്സ് തമ്മിൽ വളരെ 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 നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെയുള്ള പിണക്കത്തിലേക്ക് മാറും. നമ്മൾ ഈ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആ ആളിനെ മുന്നിൽ കണ്ടിട്ട് അവരോട് ക്ഷമ പറയുന്നു, അല്ലെങ്കിൽ അവർ നമ്മളോട് ക്ഷമിക്കുന്നു. നമുക്ക് ആ ആളിനെ കണ്ടാൽ അവർ നമ്മളെ കൊല്ലാൻ വന്നപ്പോൾ നമുക്ക് പക തോന്നില്ല. ഈ രണ്ട് സൈഡിൽ ഒരേപോലെ കാര്യങ്ങൾ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ചെയ്യേണ്ട കാര്യം നോട്ട്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡയറി എടുക്കുക. നമ്മൾക്ക് അന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ്, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ. അല്ലെങ്കിൽ എൻ്റെ ദൈവം ഏത് ദൈവമാണെങ്കിലും ഒന്ന് തന്നെ, യൂണിവേഴ്സ് ആയാലും ഒന്ന് തന്നെ, പ്രപഞ്ചമേ ഇന്ന കാര്യം എനിക്ക് കിട്ടിയതിൽ നന്ദി എന്ന് പറഞ്ഞ് 10 വാചകമെങ്കിലും മിനിമം എഴുതുക. 10ൽ കൂടുതലുണ്ടെങ്കിൽ അത്ര എഴുതാം. അത്ര എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, നമുക്കുണ്ടാകുന്ന ആ വ്യത്യാസം തിരിച്ചറിയുക. ഇതാണ് ഫസ്റ്റ് ഡേയിൽ ചെയ്യാനുള്ളത്. സെക്കൻഡ് ഡേയിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. നമുക്കിങ്ങനെ ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കുറച്ചെങ്കിലും നന്മ ചുറ്റും പരത്താൻ കഴിയും. താങ്ക് യു.